കേരള ക്രിക്കറ്റ് സാഗ യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ST കോളേജ് ഗ്രൗണ്ടിലാണ്. ആലപ്പുഴയിൽ നിന്ന് ഇക്കുറി കേരള ക്രിക്കറ്റ് ലീഗിൽ എത്ര താരങ്ങൾ കളിക്കുന്നതെന്ന് അറിയാമോ? 10 താരങ്ങൾ കളിക്കുന്നുണ്ട്. 10 താരങ്ങളുണ്ട്. അപ്പോൾ 10 മാറ്റ് പ്രകടനം പുറത്തെടുക്കാൻ ടീമുണ്ട്. ആലപ്പി റിപ്പിൾസ്, അതിൽ 2 താരങ്ങൾ മാത്രമാണ് ആലപ്പുഴയിൽ നിന്നുള്ളവർ. ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയാ താരനിര നമുക്ക് പുറകിലുണ്ട്. അവരുടെ പരിശീലനങ്ങൾ, അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ സ്വപ്നങ്ങൾ അതെന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് 2009 ആലപ്പുഴ ST കോളേജ് മാനേജ്മെൻറ്റും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ ആദ്യ തുടക്കം കഴിഞ്ഞ് ഘട്ടം ഘട്ടമായി പല പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലഡ് ലൈറ്റുകളാണ്. ഇപ്പം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കളി നടത്താനുള്ള സാഹചര്യവും ഇവിടെ ഇതിനു മുമ്പ് പല പല കാറ്റഗറികളിലായി ഇൻക്ലൂഡിങ് രഞ്ജി ട്രോഫി കേരള UP തമ്മിലുള്ള മാച്ചുകളടക്കം സംഘടിപ്പിച്ച നല്ലൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ST കോളേജ് മാനേജ്മെൻറ്റും വളരെ നോക്കിക്കൊണ്ട് നടത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മളിവിടെ ഡേ സ്കോളർ അക്കാഡമി ആയിട്ടാണ് നടക്കുന്നത്. അതിൽ നമ്മൾ വിവിധ ഗ്രൂപ്പുകളുണ്ട്. സീനിയർ ബാച്ച് ഉണ്ട്, അതിൽ തന്നെ Under 23, Under 19 ബാച്ച്, സീനിയർ ബാച്ച് ഒരു ബാച്ചായിട്ട് നടക്കുന്നു. അതിനുശേഷം നമുക്ക് Under 14, Under 16 വേറൊരു ബാച്ചായിട്ട്, പിന്നെ ബിഗിനേഴ്സിന് നമ്മളൊരു സെപ്പറേറ്റ് ബാച്ചായിട്ടുമാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ വീക്ക് ത്രൂ ഔട്ട് ഉണ്ട്. ചൊവ്വ മുതൽ ഞായർ വരെയാണ് ക്യാമ്പുകളൊക്കെ നടക്കുന്നത്. രാവിലെ ഈ പറഞ്ഞ പോലെ 25 പേരോളം രാവിലെ ഫിറ്റ്നസ്സിന് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ഒരു സീനിയർ ലെവലിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ Under 19 ലെവലിലുള്ള കുട്ടികളാണ് വരുന്നത്. അവർ രാവിലെ ജിമ്മ്, ചിലർക്ക് കണ്ടീഷനിങ് ഉള്ള ദിവസം ഉണ്ടാവും. അവർ എല്ലാവരും വന്ന് അവരവരുടെ കാര്യങ്ങൾ നമുക്കിവിടെ ഓഫീസിന് വേണ്ടി തന്നെ ജിമ്മുണ്ട്. അപ്പോൾ ജിമ്മിൽ ഉള്ളവർ ജിമ്മിലോട്ട് പോകും, ബാക്കിയുള്ളവർ ഗ്രൗണ്ടിൽ കണ്ടീഷനിങ് ആയിട്ട് വരും. അപ്പോൾ രാവിലെ അങ്ങനെ പോകും. അതിനുശേഷം പിന്നെ വൈകുന്നേരം 4:30 ആകുമ്പോഴത്തേക്കും കുട്ടികൾ തിരിച്ച് വീണ്ടും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി സീനിയർ ഡേ ബോയ്സിന് അല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസിന് നമുക്ക് ഫീൽഡിങ്ങും കാര്യങ്ങളും വരുന്ന ദിവസം ജൂനിയർ ബോയ്സും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കും അവർ നമ്മൾ നെറ്റ്സും അല്ലെങ്കിൽ സ്കിൽസ് കാര്യങ്ങളും ആയിരിക്കും വരുന്നത്. തിരിച്ച് അടുത്ത ദിവസം മറ്റവരായിരിക്കും കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ 1.5 വർഷം വന്നിട്ട് ഇവിടെ അരുൺ സാറായാലും രജി സാറായാലും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നതും. അതുപോലെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൗണ്ട് കിട്ടാറുണ്ട്, ഇൻഡോർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡൈവിംഗ് പ്രാക്ടീസ്, എല്ലാ പ്രാക്ടീസും ഇവിടെ മിക്കവാറും തരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് ഇത്തിരി പ്രശ്നമാണ്, എന്നാലും മാക്സിമം ഇവർ എഫേർട്ട് എടുത്ത് ഏൽപ്പിക്കുന്നുണ്ട് എല്ലാ കോച്ചുകളായാലും. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. ഹരി, എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഭാവി പ്രതീക്ഷകൾ ഹരിയുടെ? എന്തായാലും നമുക്കൊരു IPL പ്ലെയറിനോ എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ എതിരാളികളെ വള്ളപ്പാടകലെ ഉഴഞ്ഞു നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെൽപ്പുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് രംഗത്തേക്ക് ആലപ്പുഴയിൽ നിന്നുള്ള പേരുകളും സമീപ വായുവിൽ വരും. ഉണ്ടായിരിക്കും. നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്ത ജില്ലയിലേക്ക് കാണാം.